ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗുഡ്സ് പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയതാണ് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് വന്നതാണ്, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ വരാൻ കാരണം ഞാൻ എൻ്റെ അമ്മമ്മയെ കാണാൻ പോകുന്നത് കേട്ടോ. അമ്മമ്മയ്ക്ക് ചെറിയ കുറച്ച് അസുഖങ്ങൾ, അതായത് എന്താ പറയുക, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ എന്ന് പറയാം. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്. അപ്പോൾ അമ്മമ്മയെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. സ്റ്റാർട്ടും പോന്നിട്ടില്ല. ഇപ്പോൾ ഏതായാലും വിഷുവൊക്കെ അല്ലേ വരണേ. അപ്പോൾ ഇങ്ങനെ ഓരോ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലാകുന്നുണ്ട്, പിന്നെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ കേട്ടപ്പോൾ ഒന്ന് കാണാൻ അമ്മമ്മയെ കാണാൻ വേണ്ടി വന്നാട്ടോ. ഞാൻ മാത്രമേ പോന്നിട്ടുള്ളൂ. പിന്നെ അമ്മ ഇവിടെ അല്ല, എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അമ്മമ്മേൻ്റെ അടുത്ത് തന്നെയാണ്. അമ്മ ആഴ്ചയിൽ 2 ദിവസം പോകും, 3-ാം ദിവസം അങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് തന്നെ പോകും, പിന്നെ ഒരു 4 ദിവസം അവിടെ നിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ അമ്മ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ രാവിലെ തന്നെ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ എത്തിയത്, അന്ന് രാവിലെ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇറങ്ങി ഉച്ചയ്ക്ക് കിടന്ന് വന്നപ്പോൾ പോട്ടെ. അപ്പോൾ ഞാനും ചെറിയമ്മയും കൂടെയാണ് കേട്ടോ അമ്മേൻ്റെ വീട്ടിലേക്ക് പോണത്, അതായത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. രാവിലെ ഒരു 10 മണിക്കാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 11 മണിയായപ്പോൾ അമ്മേൻ്റെ നാടായ ശാന്തി നഗറിലെത്തി കേട്ടോ. അപ്പോൾ ഇനി ബസ് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോയിരുന്ന വഴികളാണ് കേട്ടോ ഇത്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ ഇവിടെ അമ്മേൻ്റെ നാട്ടിലാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ സ്കൂളിലേക്ക് പോയിരുന്ന വഴികളാണ് ഇത്. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, ഒരു പേടിയില്ല. അപ്പോൾ 5-6 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചെറിയമ്മ ഇവിടെ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മാമേൻ്റെ കല്യാണത്തിനായിരിക്കും. ഒരു 10-14 വർഷം മുൻപായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ശാന്തി വീട്ടിലേക്ക് വന്നത്. ശാന്തി വീട് എന്നാട്ടോ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ അമ്മ വീട്ടിലെത്തിട്ടോ. ഇവിടെ ഉമ്മറത്തന്നെ അമ്മച്ചൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിനുള്ളിലെത്തി ഞങ്ങൾ രണ്ടാളും ജ്യൂസൊക്കെ കുടിച്ചു. അമ്മമ്മ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഡിയം കുറയുക കൂടുക, അതായത് സന്നി ഇല്ലേ, പണ്ടത്തെ സന്നി, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കുകയാണ്. എല്ലാവരെയും അറിയും, പക്ഷെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഇന്ന് ചിക്കനും നെയ്ച്ചോറും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളെ എങ്ങനെയാണോ നോക്കുക അതേപോലെ ഭക്ഷണം കഴിക്കാൻ. ഇവിടെ അമ്മമ്മൻ്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. അമ്മമ്മ, അമ്മേൻ്റെ ചെറിയ അനിയത്തി, അതായത് ചെറിയമ്മ. പിന്നെ ഇത് അമ്മാവൻ ബാലുവിൻ്റെ പോലെ ഉണ്ട്. ഈ മുഖം അത്ര വ്യക്തമാണ്. ഇതാണ് ഫോട്ടോ. അമ്മ നിങ്ങളെ ഫോട്ടോ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പഴയ ഫോട്ടോ. മാതാശ്രീ, ഗ്രാൻഡ് മദറിന് ഞാൻ പറയണത് കേൾക്കണ്ടേ? ചോറുണ്ടാണ്. ഇതാണ് അമ്മമ്മേൻ്റെ ചെറുപ്പക്കാലം. സുന്ദരിയാണ് കേട്ടോ എൻ്റെ അമ്മമ്മ. ചെറിയമ്മ, അതായത് ചിഞ്ചുവിൻ്റെ അമ്മ. ഇത് എൻ്റെ മാമൻ. മാമനെ കണ്ടാൽ ബാലുവിൻ്റെ പോലെ തോന്നുന്നുണ്ട് ഇപ്പം അങ്ങനെ കണ്ടിട്ട്. ഈ പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞിക്കണ കാണാൻ നല്ല രസമുണ്ട്. ചെടിയൊന്നും ഇപ്പോൾ ചോദിച്ച് നോക്കലില്ല. ഒരു പണി ഇനിയും കുറേ ഉണ്ട്. ഇന്നിപ്പോൾ അമ്മമ്മയ്ക്ക് അധികം കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ കുറച്ച് ചോറുണ്ട്, പിന്നെ രാവിലെ ചായയും ഒരപ്പവും കഴിച്ചു. സാധാരണ ഒന്നും കഴിക്കില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്ന് കുറച്ചൊരു ഓക്കെയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക,
പിന്നെ ഒരു കുഴഞ്ഞ് വരികയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടങ്ങനെ കേട്ടോ അമ്മമ്മ ഭക്ഷണം ഞങ്ങൾ വരുമ്പോൾ വെള്ളം, ചായ, വെള്ളം ഉണ്ടാക്കി തരിക, ഭക്ഷണം വിളമ്പി തരിക. എത്ര ആളുണ്ടെങ്കിലും അമ്മമ്മയ്ക്കിപ്പോൾ വയ്യാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിന് പ്രായമാകില്ലല്ലോ. ഇത് കണ്ടോ, ഇത് ഒരു മഹാദേവൻ്റെ പ്രതിമയാണ് കേട്ടോ. മെഴുകിനോണ്ട് ഉണ്ടാക്കിയ പ്രതിമയാണ്, മെഴുകിൽ കുത്തിയെടുത്തതാ തോന്നുന്നു. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. അത് ഞാനിങ്ങനെ മേശപ്പുറത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ചെറിയമ്മ അമ്മേനോടും അമ്മമ്മേനോടും അമ്മായിനോടൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മമ്മ വരും, കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരുന്നു, പിന്നെ അങ്ങോട്ട് തന്നെ പോയി. ഇതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുക, പിന്നെ കാരണമൊന്നുമില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പച്ചക്കറിയൊക്കെ എന്തായി നോക്കാമല്ലോ. ഓ നല്ല വെയിലാണ്. ഓലൊക്കെ ഓഹോ പച്ചക്കറിയൊക്കെ പോയല്ലോ, എല്ലാം പോയല്ലോ. ഹൈബ്രിഡ് വിത്തുകളൊക്കെ. തക്കാളി മാത്രമുണ്ട്. പച്ചമുളകുണ്ട്. പച്ചമുളക് നിറയെ ഉണ്ടാവും. തക്കാളി എല്ലാം കരിഞ്ഞു പോയല്ലോ, ചെടികളൊക്കെ. കൊന്ന പൂത്ത് നിൽക്കണം. എന്ത് രസമാണ്, എന്തൊരു ഭംഗി. വാവ്, സൂപ്പർ. താഴെ അമ്മമ്മനെ അമ്മ പിടിച്ച് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ. ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ നോക്കി നടക്കുക. ചെറിയ കുട്ടികളെ നമ്മളെങ്ങനെയാണോ നോക്കണത് അതേപോലെ തന്നെ എല്ലാവർക്കും അതേപോലത്തെ ഒരു കാലം ഉണ്ടാവുമല്ലോ അല്ലേ. അതേപോലത്തെ ഒരു കാലം ഉണ്ടാവുമല്ലോ. നല്ല വെയിലാണ്. വീട്ടിൽ ചേർത്ത ഭക്ഷണം കഴിക്കണം. മുകളിൽ നട്ട പച്ചക്കറിയൊക്കെ അതിൻ്റെ കാലാവധിയൊക്കെ കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഞാനും ചെറിയമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ മുത്തശ്ശിയമ്മനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. പോന്നപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, പൊയ്ക്കോ, വിഷുവിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞങ്ങളെ യാത്രയാക്കിയത്. പിന്നെ ഞങ്ങൾ അമ്മേനോട് യാത്ര പറഞ്ഞു. ഞങ്ങളിങ്ങനെ ശാന്തി ടൗണിലെത്തിയിട്ടോ. അപ്പോൾ അമ്മ പോരാത്തതുകൊണ്ടേ എനിക്കെന്തോ ഒരു ഫീലിംഗ് തോന്നിയിരുന്നു. വീട്ടിൽ വന്നപ്പോഴും അമ്മല്ല, പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് ഒരാൾ വേണ്ടേ, നമ്മളത് നോക്കിയിട്ട് കാര്യമല്ലല്ലോ. അങ്ങനെ 2:15 ബസ്സിനാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയാൽ പിന്നെ പറയണ്ടല്ലോ, കാന്താരി എന്നെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു 5:30 മണിയായപ്പോൾ ഞങ്ങൾ പുഴയിൽ പോവുകയാണ്. അപ്പോൾ പുഴയിൽ പോയ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.